ഈ കാണാതായ അപ്പം തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അരമണിക്കൂർ എടുത്ത് കാണും. കാരണം 6 മണിയാണ്. അവിടെ നിന്ന് 10-20 മിനിറ്റ് ഞങ്ങൾക്ക് താഴത്തേക്ക് പോകണമായിരുന്നു. കുറേ പേര് ഇവിടെ തിരഞ്ഞു. 2 പേര് അവിടെ നിന്നൊരു വണ്ടി എടുത്ത് നേരെ അവിടുത്തെ ഔട്ട് പോസ്റ്റിൽ നിന്ന് വിവരം അറിയിച്ചു. അവർ വന്നു മാസമെല്ലാം കഴിഞ്ഞതാണ്. ഇതിപ്പോൾ നിങ്ങളെ കൂടെ തിരിച്ചിറങ്ങുമ്പോഴാണോ കുട്ടിയെ കാണാതാവുന്നത്? തിരിച്ചിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങുകയല്ല, അവിടെ ശരിക്കും കയറുമായിരുന്നു. കാരണം താഴെയാണ് വ്യൂ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറുന്നതിന് ആ സമയത്താണ് നിങ്ങൾ മാത്രമായിരുന്നു ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നത്? അല്ല, ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആ പോയിന്റിൽ നിന്ന് ഞാനാണ് വന്നത്. അപ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല. അത് 5:26-ലാണ്. അപ്പോൾ 5:20, 22 വരെയൊക്കെ ഈ കുട്ടി ശരിക്കും അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഈ കുട്ടി ഇപ്പുറത്തെ സൈഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറി. ഇത് കാൽവഴുതി വീണതാണ് എന്നുള്ള ഒരു പ്രാഥമികമായിട്ട് ലഭിക്കുന്ന സൂചന. ഇത് അപകടമല്ല. സുരക്ഷ ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നില്ലേ കൂടുതലും അവിടെ? അങ്ങനെ ഒരുപാട് അപകടങ്ങളൊന്നും ഇല്ല. അത്ര ഒന്ന് ശ്രദ്ധിച്ചാൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. മോളിൽ ട്രക്കിങ്ങിലൊക്കെ നല്ല ആക്റ്റീവായിട്ട് കുട്ടി ഒറ്റക്ക് വഴിമാറിയേറ്റം പോയിരുന്നു? ഇല്ല, അതിനുള്ള ഒരു സാധ്യതയില്ല. സപ്പോസ് ഞങ്ങൾ ലാസ്റ്റ് കണ്ടതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറഞ്ഞ ഒരു കടയുടെ സൈഡിൽ ഡോഗ് കയറി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഉണ്ട്. അങ്ങോട്ട് കയറി അവിടെ ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതൊരു ആക്സിഡൻ്റാന്ന് ഉറപ്പില്ലായിരുന്നു. അവിടെ തന്നെ ഈ വെള്ളച്ചാട്ടം തൊട്ട് തന്നെയാണോ? വെള്ളച്ചാട്ടം കുറച്ചുകൂടെ അപ്പുറത്താണ്. അവിടേക്കൊരു 100-150 മീറ്ററാണ്. അവിടേക്ക് പോകുകയാണെങ്കിലും നിങ്ങൾ ഒന്നിച്ചേ പോകുള്ളൂ. അവിടേക്ക് പോകുകയാണെങ്കിൽ ഇവരെ ക്രോസ് ചെയ്തല്ലേ പോകാൻ പറ്റുള്ളൂ. ഇവരോട് ആൾറെഡി നിൽപ്പുണ്ട്. ആ ഭാഗത്ത് പോയിരുന്നോ നിലവിൽ? ഇല്ല, ഞാൻ പോയിരുന്നു. ഞാൻ ആദ്യം അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചങ്ങോട്ട് വന്നത്. സുഹൃത്തുക്കൾ എന്താണ് പറയുന്നത്? അവര് ഇതന്നെ പറഞ്ഞു. അവരവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ മുകളിലോട്ട് കയറി പോയെന്ന് പറഞ്ഞു. മറ്റു ശബ്ദങ്ങളോ ഒന്നും കേട്ടിരുന്നില്ല? ഒന്നും കേട്ടില്ല. ഇതിപ്പോ ഒരു 1500 അടി താഴ്ചയിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ്. അല്ല, ഇപ്പൊ അവിടെ നിന്ന് വിളിച്ചപ്പോ സതീഷാണ് വിളിച്ചത്. സതീഷ് പറഞ്ഞാൽ ഒരുപാട് താഴ്ത്തൊന്നല്ല, കുറച്ച് മുകളിൽ തന്നെ. നമ്മൾ ഇറങ്ങിപ്പോയി അത്ര ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ട് എന്തുകൊണ്ട് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല? അത് തന്നെ. ഇത് സപ്പോസ് സംശയം ഇത് ഏതോ അപകടം എന്തോ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. ദുരൂഹതയുണ്ട്. ഈ ഡോഗ് സ്ക്വാഡ് ഏറ്റവും അവസാനം ഈ പ്രദേശവാസികളുടെ കടകളുടെ അടുത്ത് വന്നതെന്നാണ് കുടുംബത്തിന്റെ സംശയം. പിന്നെ അതിനുശേഷം അവിടെ ഐസ്ക്രീം കുടിക്കാനൊക്കെ മോള് പോയിട്ടുണ്ടല്ലോ? അവിടെ ഇല്ലല്ല, അവിടെ പോയില്ല. കാരണം ഞങ്ങൾ ആദ്യം വന്നത് ഇപ്പുറത്തെ സൈഡായിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടിൽ വന്നിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ഈ സ്റ്റെപ്പ് ഇറങ്ങി നേരെ മാടിക്ക് നേരെ അവിടെ പോയി തിരിച്ചു വന്നു. അപ്പോൾ ബാക്കിയുള്ളവരെന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ആദ്യം ഈ ചെരുവിൽ വന്നു, അങ്ങനെ പോയി. ചിലവർ ആദ്യമേ തന്നെ മണിക്കുതാരെ പോയി. അപ്പോൾ ഇവരൊക്കെ ആദ്യം മണിക്കുതാരെ പോയി. ഇനി അതിന് മുമ്പ് അവരിവിടെ പോയോന്ന് പോലെ കൂട്ടുകാരോട് ചോദിച്ചാൽ അറിയുള്ളൂ. ഈ ചെരുവിൽ ആദ്യം പോയിരുന്നു എന്നുള്ളത്. ഇല്ല. കടകളിലുള്ളവർ കണ്ടിരുന്നോ നിങ്ങൾ ഒരു സംഘം ഇങ്ങനെ വരുന്നത്? മനസ്സിലായി. അതായത് കുട്ടികളെ ശ്രദ്ധിക്കുക, മറ്റാരെങ്കിലും ശ്രദ്ധിക്കും? അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല. അങ്ങനെയൊന്നും ഈ പ്രദേശത്ത് CCTV മറ്റും ഉണ്ടായിരുന്നു? ഇല്ല. അവിടെ ഒന്നുമില്ല. 14 വയസ്സായിരുന്നു. 14 വയസ്സ്. ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് വന്ന യാത്ര പോയതല്ലേ? അതെ. ഇവിടുന്ന് പോയി ഞങ്ങൾ ഹമ്പി പോയി. ഹമ്പി 2 ദിവസം നിന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ലാസ്റ്റ് ട്രിപ്പായിരുന്നു. എത്ര ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തത്? ഞങ്ങൾ 3 ദിവസം. 3 ദിവസം. 4-ാം ദിവസം ഇവിടെ എത്തുന്നതായിരുന്നു. 4-ാം തീയതി വൈകിട്ട് ഇവിടുന്ന് പോയി. 8-ാം തീയതി രാവിലെ ഇവിടെ എത്താനുള്ള പരിപാടിയായിരുന്നു. എങ്ങനെ പോയ? ബസ്സാണോ? ബസ്. ശ്രീനന്ദക്ക് വേറെ സഹോദരനുണ്ടോ? ശ്രീനന്ദയ്ക്ക് സഹോദരിയുണ്ട്. താഴെ ഒരു സഹോദരിയുണ്ട്. അവരും അവിടെ ഉണ്ട്. ഇളയ സഹോദരി. അച്ഛനമ്മ അവിടെ ഉണ്ട്. ഇല്ല, അവരവിടെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ മാത്രമാണ് പോകുന്നത്. പക്ഷേ ഇത് ശരിക്കും പോലീസ് ആദ്യമേ ലോക്കൽ ചോദ്യം ചെയ്തു തരച്ചു. പക്ഷേ അവര് കൂടുതൽ സമയം വൈകിയോ? എത്ര വിവരം അറിയിച്ചു? അവര് ബാക്കി അന്വേഷണം നടത്തി. പക്ഷെ ഈ ഒരു കാര്യം മാത്രം ചെയ്തില്ല. നിങ്ങൾ വിവരം അറിയിച്ച 5:30 തന്നെ അറിയിച്ചു കാണാതായ സമയത്ത്? അത് ഔട്ട് പോസ്റ്റില്. ഈ അവിടെ നിന്ന് റൂറൽ സ്റ്റേഷനിലേക്ക് ഒരു 45 കിലോമീറ്റർ യാത്ര ചെയ്യണം. വെച്ചിട്ട് അവിടെ ഒരു ഇതുണ്ട്, ഒരു ദർഗയുണ്ട്, പിന്നെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ.
പിന്നെ അവിടെ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്, അവിടെ ഒരു CCTV. അവിടെ മാത്രമേ ഉള്ളൂ? 40 കിലോമീറ്റർ അകലെയാണോ അത്? അല്ല, ഇതൊരു 10 കിലോമീറ്റർ കാണും. അവിടെയുള്ള CCTV ആ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ താഴെ ചെക്ക് പോസ്റ്റാണ് വരുന്നത്, അതായത് 40 കിലോമീറ്റർ. ഈ ടൂറിസ്റ്റ് കേന്ദ്രം വനംവകുപ്പിന്റെ കീഴിലുള്ള സ്ഥലമാണോ? അത് അറിയില്ല. ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ അവിടെ? ഇല്ല, ഇല്ല. അവിടെ അറിയില്ല. ഈ കടകളുടെ അടുത്ത് CCTV ഉണ്ടോ? ഇല്ല, നിങ്ങൾ സംശയിക്കുന്നു? അവിടെ ഒന്നുമില്ല. നിങ്ങളായ രീതിയിൽ ആ കടകളിലൊക്കെ അന്വേഷിച്ചായിരുന്നു? പക്ഷെ അവരൊന്നും അങ്ങനെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ലോക്കൽ പോലീസുകൾ പറയുമ്പോൾ തന്നെ അവരങ്ങനെ ചെയ്യില്ല, അവരുടെ ബിസിനസ്സാണ്. ഈ 200 അവരെ ചോദ്യം ചെയ്യാൻ അവർക്കൊരു മടി പോലെ. ഈ 200 അംഗ സംഘമൊക്കെ തിരച്ചിൽ നടത്തിയെന്ന് പറയുമ്പോൾ അത് വൈകുന്ന ഒരു ആരോപണമുണ്ടോ? ഇല്ല, അത് ഓക്കെ. അവരാദ്യം ചെറിയ രീതിയിൽ തുടങ്ങി, പക്ഷേ രണ്ടാമത്തെ ദിവസം തന്നെ സംഭവം നടക്കുന്ന പിറ്റേ ദിവസം തന്നെ ഒരു 11 മണിയായപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ടീമാണ് വന്നത്. നല്ലൊരു ടീം വന്നു. ഈ പ്രദേശത്തെല്ലാം ഇറങ്ങി പരിശോധനയെല്ലാം നടത്തി. ബന്ധുക്കളും നിങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്തും? ഞാനും മറ്റുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് തന്നെ പാരലായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു 5-8 പേര് ഞങ്ങളും പാരലായിട്ട് അവിടെ എല്ലാം ഇറങ്ങി ഞങ്ങളും പരിശോധിച്ചു. ഈ മൃതദേഹം കണ്ടുവന്ന സ്ഥലത്ത് ഞാൻ നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നേരിട്ട് ഇറങ്ങി പരിശോധിച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.